ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കുറുമ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം ഒരു 7 സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 7 പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോയിലാണ് വേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള കുറുമയാണെന്ന്. അപ്പം നമുക്കിതിലേക്ക് ഒരു 3 kg ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരു 15 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. 2 തേങ്ങയാണ് നമുക്കിതിലേക്ക് വറുക്കാൻ വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉള്ളി, കുരുമുളക്, കറിവേപ്പില, വലിയ ജീരകം എന്നിവയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളിപ്പം ഈ ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഈ ഒരു ചിക്കൻ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് തുറന്ന് തന്നെ വേവിച്ചെടുക്കണം. ഈ ഒരു കറിയിലെ ഗ്രേവി ഒന്ന് നല്ല രീതിയിലൊന്ന് കുറുകി വരണം. കുറുകിയതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ റോസ്റ്റഡ് കോക്കനട്ട് പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പത്തിൻ്റെ കൂടി പൊറോട്ടൻ്റെ കൂടിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.